മിഥുനം രാശിക്കാർക്ക് ഇപ്പോൾ ഈ ചിങ്ങമാസം വളരെയധികം നല്ല ഫലങ്ങളൊക്കെ നൽകാനിരിക്കുന്ന ഒരു സമയമാണ്. അതായത് വരവ് കൂടുകയും ചിലവ് കുറയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിട്ടായിരിക്കും നിങ്ങൾക്ക് ഇരിക്കുക. കാരണം വളരെയധികം നല്ല ഫലങ്ങൾ പ്രദാനം ചെയ്യാനായിട്ട് ശനിയുടേതായ വക്രഗതി, അതായത് ഭാഗ്യാധിപതി സ്ഥാനമായിട്ടാണ് വക്രത്തിലുള്ള ഈ ശനിയുടേതായ ആ ഒരു നില. അതുപോലെ തന്നെ ബുധനും നല്ല രീതിയിലുള്ള ഫലത്തെ പ്രദാനം ചെയ്യും. അപ്പോൾ ബുദ്ധിപരമായ നീക്കങ്ങൾ നടത്തി മുന്നിലേക്ക് പോകേണ്ട ഒരു കാലഘട്ടമാണ് ചിങ്ങമാസം എന്ന് പറയുന്നത്. വളരെയധികം ശുഭകരമായിട്ടുള്ള ഉയർച്ച വരുന്ന സമയം തന്നെയാണ്. അതിൽ യാതൊരുവിധ തർക്കവുമില്ല. അതിനനുസൃതമായ രീതിക്ക് ജീവിതത്തെ മുന്നിലേക്ക് കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം ഉണ്ട്. ജോലി സംബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ തീർപ്പൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ജോലി ഉയർവുണ്ടായിരിക്കും. അതുപോലെ ഒരല്പം ട്രാവലൊക്കെ ചെയ്ത് ജോലി ചെയ്യേണ്ട സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരും. അതായത് ഒരല്പം കഷ്ടപ്പാടുകളുണ്ട് എന്നിരുന്നാൽ തന്നെയും അതിൽ ശുഭകരമായൊരു മാറ്റം നിങ്ങളെ കാത്തിരിക്കുന്നു. തൊഴിൽപരമായ ഉയർച്ച എന്തായാലും ഈ ചിങ്ങമാസം നിങ്ങൾക്കുണ്ടായിരിക്കും. ജോലി ഇല്ലാതെ ഇരുന്ന വ്യക്തികൾക്കാണെങ്കിലും ശരി, പുതിയ ജോലി ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഇനി വരാനായിട്ടിരിക്കുന്നത്. ശുഭകരമായ ചിന്തകൾ നിങ്ങളിലേക്ക് തന്നെ നിങ്ങൾ കൺവെർട്ട് ചെയ്ത് വിടുക. അതായത് അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതായത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇടത്തു നിന്ന് നമുക്ക് വളരെയധികം നല്ല ഫലം വരുന്ന ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും രീതിക്ക് പണമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലോസായിരിക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിലും ശരി, അവർക്ക് ഇപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന പണം തിരികെ ലഭിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ വരുന്നുണ്ട്. അത് അനുകൂലമാക്കി എടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. കാരണം പണമൊന്നും നഷ്ടപ്പെടുന്നില്ല. അത് നിങ്ങൾക്ക് ലഭിക്കാനുള്ളത് ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് ഈ ചിങ്ങമാസം ഉറപ്പിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ട്രേഡിംഗ് ഒക്കെ ചെയ്തിരിക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ ശരി, നേരത്തെ ഉണ്ടായിരുന്ന ലോസൊക്കെ ഒരല്പം നികത്തി, അതായത് ഇരട്ടിയായിട്ട് പണം ലഭിക്കുന്ന ഒരു സാഹചര്യവും ഈ ഒരു സമയത്തെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ശുഭകരമായ രീതിയിൽ പണം വരവ് ഉണ്ട് എന്ന് അർത്ഥമാക്കുന്നു. അത് സാധാരണഗതിയിൽ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ശരി, ചിലർക്കൊക്കെ തന്നെ ബാങ്കിലൊക്കെ ലോണൊക്കെ കേട്ടുള്ള വ്യക്തിയായിരിക്കും, കിട്ടാതിരിക്കുന്ന സമയമായിരിക്കും. എന്നാൽ ഈ ചിങ്ങമാസം നിങ്ങൾക്ക് അത്തരത്തിലുള്ള പണമൊക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ലഭിക്കില്ല എന്ന് കരുതിയിടത്തു നിന്ന് നിങ്ങൾക്ക് പണം ലഭിക്കുക തന്നെ ചെയ്യും. ഈ പറയുന്ന മകയിരത്തിനും പുണർദത്തിനും ഈ പറയുന്ന ഫലം ഏതാണ്ട് 90% വരെ ലഭിക്കുന്ന സാഹചര്യമുണ്ട്. തിരുവാതിരയ്ക്ക് ഒരല്പം കുറവുണ്ടാകുമെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് രീതിയിൽ അവർക്ക് ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു സമയമാണ് വരാനായിട്ടിരിക്കുന്നത്. ചിങ്ങമാസം എന്ന് പറയുമ്പോൾ തന്നെ ഓണം ഒക്കെ വരുന്ന സമയമാണ്. അപ്പോൾ ചിലവുകളൊക്കെ ഒരല്പം കൂടി പോകുന്ന ഒരു സമയമുണ്ട്. അതായത് അനാവശ്യമായ രീതിയിൽ പണം ഒരല്പം നമ്മൾ അധികമായി ചിലവാക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും. അത് ഏതൊരു അവസ്ഥയിലുള്ള ആൾക്കാരാണെങ്കിൽ ശരി, മക്കളുടേതായ ആവശ്യങ്ങൾക്കായിട്ടുള്ള പണം ഒക്കെ കണ്ടെത്തുന്നു. അതുപോലെ തന്നെ ഓണത്തിൻ്റെതായ ചിലവുകൾക്കൊക്കെ പണമൊക്കെ നേടുന്നു. അപ്പോൾ ആ ഒരു സമയത്തുള്ള പണം നിങ്ങൾക്കൊരു അധികം ചിലവായി പോകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ആ നഷ്ടം ഒരു നഷ്ടമായിട്ടൊന്നും വരുന്നില്ല. ലാഭം വരുന്ന സമയമാണ്. അതായത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന ആ ഒരു തുക നമുക്ക് മറ്റൊരു വഴിക്ക് നമുക്ക് ലഭിക്കുന്ന സാഹചര്യം. തൊഴിൽപരമായ രീതിയിൽ ഒരു ഉയർച്ചയൊക്കെ നമുക്ക് വരും. അത് എല്ലാ ജീവനക്കാർക്കും ഉണ്ടാകും. ഏതൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിക്കും തൊഴിൽപരമായ രീതിയിൽ ഉയർച്ച ഉണ്ടാവും. ഒരല്പം ലാഭം നിങ്ങളെ തേടി വരുന്ന സമയം തന്നെയാണ്. നിശ്ചയമായിട്ടും നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ജോലി നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഈ വരുന്ന ചിങ്ങമാസത്തിൽ. ഇതുവരെ പലരും തന്നെ പല ഇടങ്ങളിലും ജോലിക്കൊക്കെ അപേക്ഷയ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു അപേക്ഷയൊന്നും തന്നെ സ്വീകരിക്കാതെ ഇരിക്കുകയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിവരം നൽകാം, നിങ്ങളെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കാതെയൊക്കെ ഇരിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനാൽ മനസ്സ് വിഷമിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ 100% നിങ്ങൾ ഉദ്ദേശിച്ച ഇടത്തു നിന്നും നിങ്ങൾക്ക് എന്തായാലും ഫോൺ കോൾ വരും. അതായത് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡറൊക്കെ വരുന്ന സമയം തന്നെയാണ്. അതുകൊണ്ട് കണ്ണീരണിഞ്ഞിരിക്കേണ്ട സാഹചര്യങ്ങളൊന്നുമില്ല. മകയിര നക്ഷത്രക്കാർക്കും അതുപോലെ തന്നെ സമ്പത്ത്പരമായ രീതിയിലുള്ള ഷോർട്ടേജൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ തന്നെ മാറി ആ ഒരു നിലവാരത്തിൽ, അല്ലെങ്കിൽ ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികൾക്കാണെങ്കിലും ബിസിനസ്സിലേക്ക് കാശ് മുടക്കി അതിൽ നിന്ന് ലാഭം വരുന്ന സമയം തന്നെയാണ്. എന്തായാലും മകയിരത്തിൻ്റെതായ കണ്ണുനീർ പരിപൂർണമായിട്ടും നീങ്ങുന്ന ഒരു സമയം തന്നെയാണ് ഈ ചിങ്ങമാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെയും നിങ്ങൾക്ക് സമ്പദ്പരമായ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ താൽക്കാലികമായിരുന്നു. അല്ലെങ്കിൽ ഒരു 2.5 വർഷക്കാലം കൊണ്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് ഈ ചിങ്ങമാസം മുതൽക്ക് നിങ്ങൾക്ക് 100% മാറ്റം വരും. അതുകൊണ്ട് കണ്ണുനീരണിയേണ്ട ആവശ്യങ്ങളൊന്നും തന്നെ ഈ മകയിര നക്ഷത്രക്കാരൊന്നുമില്ല. ഇപ്പോൾ വിദേശത്തൊക്കെയുള്ള മകയിര നക്ഷത്രക്കാർക്ക് ധാരാളം ഉണ്ടായിരിക്കും. അവർക്ക് ജോലിയൊക്കെ നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ മറ്റൊരു ജോലി കിട്ടാത്ത സാഹചര്യത്തിലൂടെയൊക്കെ അവിടെ അലയുന്ന ആൾക്കാർ ധാരാളം തന്നെയുണ്ട്. അത് പല ആസ്ട്രോളജർമാർക്കും അറിയാം. പലരെയും വിളിക്കുന്നതുകൊണ്ട് അവർക്ക് പലർക്കും തന്നെ അറിയാം അവരുടെയൊക്കെ അവസ്ഥകൾ.
അവർക്കൊക്കെ തന്നെ നിശ്ചയമായിട്ടും അടുത്ത ജോലി ഉറപ്പായിട്ടും ലഭിക്കുക തന്നെ ചെയ്യും. അതിനായിട്ടുള്ള പരിശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ 100% നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതിൽ സംശയമൊന്നും തന്നെ വേണ്ട. മകയിര നക്ഷത്രക്കാർക്ക് കഷ്ടപ്പാടുകളൊക്കെ നീങ്ങുന്ന ഒരു കാലം തന്നെയായിരിക്കും ഈ ചിങ്ങമാസം. വിദേശത്ത് ഉള്ള ആൾക്കാർ തന്നെ മറ്റൊരു രാജ്യത്ത് പോയി എന്തെങ്കിലുമൊക്കെ ബിസിനസ്സൊക്കെ ചെയ്താൽ ഗുണമുണ്ടാകുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ള നക്ഷത്രക്കാർക്ക്, അതായത് ഈ മകയിരം, പുണർതം എന്നീ നക്ഷത്രക്കാർക്കൊക്കെയും അത്തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ 100% അതിനായിട്ട് മുന്നോട്ട് ഇറങ്ങുക. നിങ്ങൾക്ക് ആ ഓപ്ഷൻ എനേബിൾ ആയിരിക്കുന്ന സമയമാണ്. അത് വർക്കൗട്ട് ആവും. നിങ്ങൾക്ക് ഗുണം ഉണ്ട്. അതായത് മറ്റൊരു ദേശത്ത് പോയി ജോലി ചെയ്യുക, യാത്ര ചെയ്ത് ജോലി ചെയ്യേണ്ട സാഹചര്യം എന്തായാലും ഉണ്ടെന്ന് ഞാൻ ആദ്യമേ തന്നെ പറയുകയുണ്ടായി. അതിവിടെ സംഭവിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ഈ ഓണക്കാലത്ത് നിങ്ങൾ മറ്റ് വലിയ വലിയ ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കുന്ന ഒരു സാഹചര്യങ്ങളും ഇവിടെ ഉണ്ട്. കടബാധ്യതകളിൽ നിന്നൊക്കെ മോചനമുണ്ട്. അതായത് ഇപ്പോൾ കുറേ കാലമായിട്ട് ഒരു കടം തീർക്കാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ മറ്റൊരിടത്തു നിന്നും പണം വാങ്ങി ആ ഒരു പ്രശ്നത്തിന് തീർപ്പുണ്ടാക്കുന്ന ഒരു സമയം തന്നെയാണ്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളിൽ നിന്നും പരിപൂർണമായ വിടുതൽ ലഭിക്കുന്നു. മറ്റൊരിടത്തു നിന്നും വാങ്ങുന്ന കാശ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാവുകയും പൊടുന്നനെ തന്നെ നിങ്ങൾക്ക് ആ കടം തീർക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ സമ്പത്ത്പരമായ രീതിയിൽ കടം വാങ്ങിയൊക്കെ നിൽക്കുന്ന വ്യക്തികൾക്ക് കൊടുക്കാൻ പറ്റാതിരിക്കുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കോടതി കേസ് വഴക്കുകളൊക്കെ ആകുന്ന ഒരു പ്രശ്നമാണ് നിൽക്കുന്നതെങ്കിൽ ഈ ചിങ്ങം മാസത്തിൽ പരിപൂർണമായിട്ടും അതിൽ നിന്നും വിടുതൽ ലഭിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ നല്ല ഫലം ലഭിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ശനിയാഴ്ച തോറും ആഞ്ജനേയ സ്വാമിയെ പ്രാർത്ഥിച്ച് മുന്നിലേക്ക് വന്ന് പ്രാർത്ഥനകളൊക്കെ നടത്തി വരിക. ഭഗവാന് അർച്ചനയൊക്കെ നടത്തുക. ഒപ്പം തന്നെ ശനീശ്വര ഭഗവാനും ശനിയാഴ്ചകൾ തോറും നിങ്ങൾ വണങ്ങി പ്രാർത്ഥനകളൊക്കെ നടത്തി വരുന്നതും ശുഭകരമായ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. കാരണം ശനിയുടേതായ മാറ്റം 4.5 മാസക്കാലം എന്തായാലും ഉണ്ട്, വക്രഗതി മാറ്റം. അപ്പോൾ ആ ഒരു സമയത്ത് എന്തായാലും നിങ്ങൾക്ക് ഉയർച്ചയുണ്ട്. ഞാനീ പറയുന്ന ആഞ്ജനേയ സ്വാമിയെയും അതുപോലെ തന്നെ ശനീശ്വര ഭഗവാനെയും പ്രാർത്ഥിച്ചിടുക, ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത് കൊണ്ട് തന്നെ മുന്നേറ്റമുണ്ട്. അതുപോലെ ഭൂമി സംബന്ധപ്പെട്ട രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് പഴയ ഇടങ്ങളൊക്കെ വിറ്റുപോകാതെയൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ വിറ്റുപോകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും അതിൻ്റെതായ സമയം, സ്ഥലമൊക്കെ ഉണ്ടായിട്ടും വീടൊക്കെ വയ്ക്കാൻ പറ്റാതിരുന്ന ആൾക്കാർക്കൊക്കെയും അതിനുള്ള സാഹചര്യങ്ങളൊക്കെ തെളിയുന്ന സമയമാണ്. ശുഭകരമായ ഒരു മാസം തന്നെയായിരിക്കും. മകയിരത്തിനും പുണർതത്തിനും എന്തായാലും സമ്പത്ത് വരിക തന്നെ ചെയ്യും. ചിലവുകൾ കുറയുക തന്നെ ചെയ്യും. കടബാധ്യതകൾ തീരും. അതിനൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. ഒരു വഴിക്ക് തീരാതിരുന്ന കടം മറ്റൊരു വഴിക്ക് തീർക്കാനുള്ള വഴിയും കിട്ടും. അത് തുടർന്ന് പോകാതെ പെട്ടെന്ന് തീർക്കാനുള്ള സാഹചര്യങ്ങളും നിങ്ങൾക്ക് തെളിയും. അതുകൊണ്ട് കണ്ണുനീരണിഞ്ഞൊന്നും ഇരിക്കണ്ട. ഇറങ്ങിയ വഴികളിൽ സന്തോഷപരമായിട്ട് മുന്നിലേക്ക് പോവുക. ജോലി നിശ്ചയമായിട്ടും ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്ഡേഷൻ ഉണ്ടാകും. അതായത് ജോലിയിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു പൊസിഷൻ വന്നെത്തും. അതായത് പ്രൊമോഷൻ ലഭിക്കുന്ന സാഹചര്യവും ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയി എങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ ജോലി ലഭിക്കും. അടുത്ത 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പുതിയ ജോലി ലഭിച്ചിരിക്കുമെന്നുള്ളതിന് തർക്കമൊന്നുമില്ല. അത് നിങ്ങൾക്ക് ഗുണകരമായ മാറ്റം, അത് നേരത്തെയുള്ള അനുഭവങ്ങളിലൂടെ പാഠങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചതുകൊണ്ട് ഇനിയുള്ള ഇടത്ത് നല്ല രീതിക്ക് ഇരുന്ന് സമ്പാദിക്കാനായിട്ട് നിങ്ങൾക്കുള്ള മനസ്സ് തെളിയും. സന്തോഷം ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. മഹാകാല ഭൈരവൻ കള്ളം പറയാറില്ല. അത് 100% സത്യമായിട്ട് തന്നെ വരും. ഒരല്പം പാടുപെടും. 40 വർഷം നമ്മൾ കിടന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് 4 ദിവസം കൊണ്ട് നമുക്ക് ലഭിക്കില്ല. അതിനുള്ള തുടക്കം കിട്ടും. വീണ്ടും ഒന്നിൽ നിന്നും, അതായത് UKG, LKG അങ്ങനെയുള്ള കാലങ്ങളിലൂടെ പഠിച്ചു വരുന്നത് പോലെ വീണ്ടും ഒന്നിൽ നിന്നും തുടങ്ങേണ്ടി വരുമെന്നുള്ളതാണ് സത്യം. ആ ഒരു തിരിച്ചറിവ് നിങ്ങളെ പരിപൂർണമായ വിജയത്തിലേക്ക് എത്തിക്കും. എന്തായാലും ഈ ചിങ്ങമാസം നിങ്ങൾക്ക് ശുഭകരമായ ഒരു കാലഘട്ടം തന്നെയാണ്. ജാതക പരിശോധനയ്ക്കൊക്കെ താല്പര്യമുള്ള വ്യക്തികളാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. നിങ്ങളുടേതായ ടൈം വാങ്ങുക. അതിനനുസരിച്ച് നമുക്ക് നോക്കാം. പേയ്മെൻറ്റ് വാങ്ങി തന്നെയാണ് പരിശോധിക്കുന്നത്. മിനിമം 2 മണിക്കൂർ റീഡിങ് ഓരോ വ്യക്തികൾക്കും ഉണ്ടാവും. അത് നിങ്ങളുടെ ജാതകം തന്നെയായിരിക്കും റീഡ് ചെയ്ത് തരിക. 9 ഗ്രഹങ്ങൾ എന്താണോ ചിന്തിച്ചത് ഇനി എന്തൊക്കെ ചിന്തിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി ശരിയായ പാതയിലൂടെ സഞ്ചരിക്കണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക, ടൈം വാങ്ങുക. അതിനനുസരിച്ച് നമുക്ക് റീഡ് ചെയ്ത് നിങ്ങളുടേതായ ആ ഒരു കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് പോകാനായിട്ട് കഴിയും. ശുഭം.